Hello friends, welcome to my channel Lindsay's Link. ഇന്ന് വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ നെയ്മീൻ എങ്ങനെയാണ് വാഴയിലയിൽ പൊള്ളിച്ചെടുക്കുന്നതെന്നാണ്. നെയ്മീൻ മാത്രമല്ല കരിമീനും അതുപോലെ തന്നെ ആവോലിയും ഒക്കെ നമുക്ക് ഇതേ സെയിം രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. ആവശ്യമായിട്ട് മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 സ്ട്രിങ് നമ്മുടെ പച്ച കുരുമുളക്, അതുപോലെ തന്നെ ഒരു പീസ് കുടംപുളി, ഇത് കുതിർത്ത് വെച്ചതാണ് കുടംപുളി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ 3-4 അല്ലി നമ്മുടെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. ഇത് കാശ്മീരി ചില്ലി പൗഡറൊക്കെ ചേർക്കുമ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരണം കൂടുകയും കുറയുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഉപ്പ് ആവശ്യത്തിന് മാത്രം. അതുപോലെ ഒരു പിടി നമ്മുടെ കറിവേപ്പില നല്ലതുപോലെ ചേർത്ത് കൊടുക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ ടീസ്പൂൺ. ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഒരു 2-3 നമ്മുടെ കുഞ്ഞുള്ളിയും ചേർക്കണം. പിന്നെ ഒരു അര നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് അതിലേക്ക് ചേർക്കുക. ഇത് നാരങ്ങ നമ്മൾ പിഴിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൻ്റെ അകത്ത് കുരു പോകാതെ നമ്മൾ പിഴിഞ്ഞൊഴിക്കണം. അഥവാ ഇൻ കേസ് കുരു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതെടുത്ത് കളയണം. നാരങ്ങയുടെ കുരു നമ്മൾ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് കയ്ക്കും. നമ്മുടെ മീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിനൊരു കയ്പ്പ് രുചി അനുഭവപ്പെടും. ഓക്കെ, ഇത് നമ്മൾ അരച്ചെടുക്കുന്നത് നമ്മുടെ വെളിച്ചെണ്ണയിലാണ്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വേണം അരച്ചെടുക്കാൻ. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു ചെറിയ ടീസ്പൂൺ പച്ചമല്ലിയും കൂടെ ചേർത്ത് കൊടുക്കണം. അതുപോലെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ അല്ലെങ്കിൽ ഒരു 3/4 ടേബിൾ സ്പൂണോളം നമ്മുടെ പച്ച അരിപ്പൊടി, പിന്നെ നമ്മുടെ കുടംപുളി കുതിർത്ത് വെച്ച വെള്ളം 1 ടേബിൾ സ്പൂൺ. ഇത്രയും കൂടെ ചേർത്ത് ഇതേ പരുവത്തിൽ നമ്മൾ അരച്ചെടുക്കണം. ഒരുപാട് നേരം ആയിട്ട് അരച്ചൊരു സ്മൂത്ത് പേസ്റ്റ് ആക്കേണ്ട, ഇതേപോലെ ഒന്ന് അരഞ്ഞ് നമുക്ക് കിട്ടിയാൽ മതിയാവും. ഓക്കെ, ഇപ്പം നമ്മുടെ ഫിഷ് ഫ്രൈക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫിഷിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം. ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് ഒരു 15 മിനിറ്റ്സോളം നമ്മൾ മാരിനേഷൻ പിടിക്കാൻ വേണ്ടി വെക്കണം. ഓക്കെ, ഇനി 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കൊരു പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ മീൻ ഈ എണ്ണയ്ക്കകത്തോട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഓരോരോ മീനും ഇട്ട് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ മീനെല്ലാം നല്ലതുപോലെ ഫ്രൈ ചെയ്ത് കിട്ടണം. എല്ലാം കൂടെ തിക്കി ഇടരുത്, കുറച്ച് സ്പേസ് കൊടുത്തിട്ട് വേണം നമ്മളെല്ലാം മീനും ഇട്ട് ഫ്രൈ ചെയ്യാൻ. ഓക്കെ, നമ്മൾ ഇതേ രീതിയിൽ നമുക്ക് ഫിഷ് മോതയുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഫുൾ ഫിഷും നമുക്ക് ഇതേ രീതിയിൽ പ്രോസസ്സിൽ നമുക്ക് വാഴയിലയിൽ പൊള്ളിച്ചെടുക്കാം. കരിമീൻ, ആവോലി, അതുപോലെ ആമൂറും ഒക്കെ. ഈ സമയം നമ്മുടെ ഇല നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഇതിൻ്റെ അകത്താണ് നമ്മുടെ ഫിഷ് നമ്മൾ പൊതിഞ്ഞ് വെച്ച് പൊള്ളിച്ചെടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. മീൻ ഒരു സൈഡ് ആയെന്ന് തോന്നുന്നു, നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനിയും ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കണം. നമ്മുടെ കേരളീയർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ് നമ്മുടെ വാഴയിലയിൽ പൊള്ളിച്ചെടുക്കുന്ന മീൻ. എസ്പെഷ്യലി കരിമീനൊക്കെ ഒരുപാട് ഫേമസ് ആണ്. അതുപോലെ നെയ്മീനും ഒക്കെ നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് പൊള്ളിച്ചെടുക്കാം. ഓക്കെ, ഇത് കണ്ട് നമ്മുടെ മീൻ ഇപ്പം 2 സൈഡും ഒരുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പേപ്പർ ടവൽ വെച്ച് പ്ലേറ്റിലേക്ക് നമ്മുടെ മീൻ മാറ്റാം. ഇതിൽ എന്തെങ്കിലും എക്സസ് ഓയിലൊക്കെ ഉണ്ടെങ്കിൽ ആ പേപ്പറിലങ്ങ് അബ്സോർബായി പോയിക്കോളും. ഓക്കെ, എല്ലാവരും ഇത് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. വളരെ ഈസി റെസിപ്പിയാണ്. അതുപോലെ ചാനൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോസസ്സ് നമ്മുടെ ഇത് വാഴയിലേക്കകത്ത് നമ്മൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള മസാല നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഒരു പാൻ സ്റ്റോപ്പിൽ വെക്കുക. അതുപോലെ എണ്ണ ഒഴിച്ചതിന് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് ഒന്ന് മൂപ്പിക്കുക. ഇതേപോലെ ഇത് മൂത്തതിന് ശേഷം കരിഞ്ഞു പോകരുത്, മീഡിയം ഫ്ലെയിമിൽ ഇട്ട് മാത്രം ചെയ്യുക. ഇതിലേക്ക് നമ്മൾ 1 കൈപ്പിടി നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ട് വാട്ടുക. ഇതിലേക്ക് ഇനിയും നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. സവാള ചേർത്ത് വഴറ്റാൻ നേരം കണ്ട നമ്മുടെ മുളക് പൊടിയൊക്കെ നമ്മൾ ഒരുവിധം മൂത്തതാണ്. അതുകൊണ്ട് നമ്മുടെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സവാളയിലെല്ലാം ഒരേപോലെ ആ ഒരു റെഡിഷ് കളർ വരും. അന്നേരം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ മുളക് പൊടിയൊക്കെ നല്ല ഒരേപോലെ ആയിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിന് സവാളയ്ക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് പോരാ എങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പിൻ്റെ രുചി ഉണ്ടോ എന്ന്. ഇങ്ങനെ വഴഞ്ഞു വന്നു കഴിയുമ്പോൾ നമുക്ക്
ഉപ്പ് ഇച്ചിരിയും കൂടെ വേണമെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്ക് ഒന്നുകൂടെ നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഓക്കെ, ഇങ്ങനെ വഴഞ്ഞ് കഴിയുമ്പോൾ ഇനി നമുക്ക് തക്കാളി, ഏകദേശം ഞാനിത് 1.5 തക്കാളിയുണ്ട്. ഇത് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്ത തക്കാളിയാണ്. ഓക്കെ, ഇതും കൂടെ ചേർത്ത് നമ്മൾ വഴറ്റിയെടുക്കാം. ഇതുണ്ട്, ഇതിൻ്റെ അകത്ത് വേറെ മസാലയൊന്നും നമ്മളിതുവരെ ചേർത്തിട്ടില്ല. ജസ്റ്റ് മുളക് പൊടിയും ഉപ്പും കറിവേപ്പിലയും സവാളയും തക്കാളിയും മാത്രമേ ഉള്ളൂ. ഇനിയുമാണ് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത്. നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത് വെക്കാൻ ഫിഷ് ഫ്രൈക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്ത മാരിനേഷൻ ഉള്ളത് 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുടംപുളി കുതിർത്തതിൻ്റെ വെള്ളം ഏകദേശം 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കുക. ഓക്കെ, നമ്മുടെ മസാല ഇവിടെ പ്രിപ്പയറായി. ഇനി ഇത് നമ്മൾ വാഴയിലയിലേക്ക് വെക്കുക. 1 ടേബിൾ സ്പൂണോളം നമ്മുടെ മസാല വാഴയിലയിൽ വെക്കുക. നമ്മുടെ മീൻ വെക്കുമ്പോൾ ആവശ്യത്തിന് ഈ മസാലയുടെ പുറത്താണ് നമ്മൾ ഫിഷ് വെക്കുന്നത്. അതുപോലെ തന്നെ ആ മീനിൻ്റെ മുകളിലും അതേപോലെ മസാല വെക്കുക. അതിനുശേഷം വാഴയില ഇങ്ങനെ 2 സൈഡിലും നമ്മൾ ഫോൾഡ് ചെയ്യുക. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതേ രീതിയിൽ ജസ്റ്റ് ഫോൾഡ് ചെയ്യുക. വാഴനാര് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് കെട്ടി വെക്കാം, ഇല്ല എങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വെച്ചാലും മതി, കെട്ടേണ്ട കാര്യമൊന്നുമില്ല, ഇതേപോലെ വെച്ചാലും മതി. ഓക്കെ, ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. നമ്മൾ 1 ടേബിൾ സ്പൂൺ മസാല നമ്മൾ ഇലയുടെ മുകളിലേക്ക് വെക്കുന്നു. ഇതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ മീൻ എടുത്ത് വെക്കുക. ഓക്കെ, ആവശ്യത്തിന് നമ്മുടെ മീൻ ഇരിക്കത്തക്ക രീതിയിലുള്ള മസാല വെക്കണം. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ 1 ടേബിൾ സ്പൂൺ മസാലയും കൂടെ വെച്ച് മീൻ അത് പൊതഞ്ഞിരിക്കണം, ഈ മസാലയിലൊന്ന് പൊതഞ്ഞിരിക്കണം. ഓക്കെ, ഇനിയും ഈ വാഴയിലയുടെ 2 സൈഡും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. ഇനിയും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കൂടെ ഫോൾഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോസസ്സ്. വേണമെങ്കിൽ ഒരു വാഴനാര് കൊണ്ടോ അല്ലെങ്കിൽ നൂല് കൊണ്ടോ നല്ലതുപോലെ നമുക്ക് മുറുക്കി കെട്ടി ഇങ്ങനെ വെക്കാം. ഉണ്ടോ, നമ്മുടെ പാനിൽ വെച്ചു. ഇനി ഇതിൻ്റെ അകത്ത് എണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു 5 to 6 മിനിറ്റ്സ് നമ്മളൊന്ന് അടച്ചു വെച്ച് ഇങ്ങനെ ഒന്ന് കുക്ക് ചെയ്യുക. ഇപ്പം തന്നെ നമ്മുടെ ഈ മീനിൻ്റെ അകത്തെ എണ്ണയും അതുപോലെ തന്നെ നമ്മുടെ മസാലയ്ക്കകത്തെ എണ്ണയും ഒക്കെ ഇപ്പം പുറത്ത് വരുന്നത് കാണണം. കണ്ടോ, എല്ലാം പുറത്ത് വന്നിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പോസിറ്റ് സൈഡും കൂടെ തിരിച്ചിട്ട് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ വാഴയിലയുടെ ആ മണവും ഫ്ലേവറും എല്ലാം മീനിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പിലയുടെയും എല്ലാം ഒരു നല്ലൊരു നാടൻ ടേസ്റ്റാണ് ഇതിന്. ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വാഴയിലയിലൊന്നും നമ്മൾ വാഴനാരില്ലെങ്കിൽ പേടിക്കേണ്ട, ഒന്നും കെട്ടിയൊന്നും വെക്കേണ്ട, ഇതേപോലെ വെച്ച് അങ്ങ് ചെയ്താലും മതി. ഇൻ കേസ് നിങ്ങളുടെ ഈ വാഴയില ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലൂമിനിയം ഫോയിലിൽ പൊതിഞ്ഞും ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇത് ഞാൻ നിങ്ങളെ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇത് നിങ്ങൾക്ക് ചൂട് ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ ഡിന്നറായിട്ട് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. ഇതേപോലെയാണ് ഇതിൻ്റെ അകം ഇരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇത് തുറന്നപ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ മണം വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് വാഴയിലയുടെയും നമ്മുടെ മസാലയുടെയും എല്ലാം നല്ലൊരു രുചിയുണ്ട്. ഓക്കെ, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ താങ്ക് യു ഫോർ വാച്ചിങ്.